ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സിനായിരുന്നു. നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസിന് വേണ്ടിയിട്ടാണ് കയറ്റിയിരിക്കുന്നത്. അപ്പോൾ കസ്റ്റമർ 2-3 കംപ്ലയിൻറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സെൽഫ് സ്വിച്ച് ചെക്ക് ചെയ്യാം, പെട്രോളിൻ്റെ ഒരു സ്മെല്ല് കണ്ടിട്ടുണ്ട്, ഹെഡിൻ്റെ അവിടെ ഓയിൽ ലീക്ക് കണ്ടിട്ടുണ്ട്, ഓരോ സ്പീഡോമീറ്റർ സൗണ്ട്, അത് ഗ്രിപ്പ് പവർ റിമൂവ് ചെയ്യുക. ഇതൊക്കെയാണ് കസ്റ്റമർ പറഞ്ഞ കംപ്ലയിൻറ്റ് കേട്ടോ. നമ്മൾ ജന സർവീസിന് വേണ്ടി കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്കിൽ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. ബാക്കിൽ ബ്രേക്സ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ബ്രേക്സ് നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ഹബിൻ്റെ ഭാഗമായാലും ഈ ഒരു ചെറിയൊരു സ്ക്രാച്ചൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല, നമുക്കൊന്ന് ക്ലീൻ ചെയ്തിടാം. ടയറായാലും നമുക്ക് ഉപയോഗിക്കാണ്ട് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ ആയാലും നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി കേട്ടോ. വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല, അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിടാം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് ബാറ്ററി ഇരിക്കുന്നത് ബോഷ് പറഞ്ഞിട്ട് ഒരു കമ്പനിയുടെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അതിലിപ്പോൾ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല, എന്നാലും ബാറ്ററിക്ക് വേറെ കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 13.45 ആ റേഞ്ച് വോൾട്ട് കിട്ടും. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴായാലും ഒരു 8 വോൾട്ടിന് താഴോട്ട് അതിൻ്റെ അടുത്തേക്ക് വരുന്നത് കേട്ടോ. ഒരു 8 വോൾട്ടിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് കൂട്ടുക. ഇപ്പോൾ നിലവിലൊരു 8 വരെയൊക്കെ വരുന്നുണ്ട്. ഏകദേശം ഒരു ബാറ്ററി ലൈഫ് തീരാറായിട്ടുണ്ട് കേട്ടോ. മാക്സിമം ഉപയോഗിച്ചിട്ട് മാറ്റിയാൽ മതി. അതുപോലെ ഹെഡിൻ്റെ ഭാഗത്ത് ഈ ഒരു ലീക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ കവർ അയച്ചിട്ടുണ്ട്. ഈ കവർ അയക്കണമെങ്കിൽ തന്നെ നമുക്ക് ടാങ്കൊക്കെ മാറ്റി വെച്ചിട്ട് വേണം ഈ കവർ അയക്കണമെങ്കിൽ. അപ്പോൾ അത് അയച്ചിട്ട് അതിൻ്റെ ഗ്യാസ് കെറ്റ് മാറ്റി റീസെറ്റ് ചെയ്യാം. പിന്നെ റണ്ണിങ്ങിൽ ആ സ്പീഡോമീറ്റർ ചെയ്യുമ്പോൾ ഒരു സൗണ്ട് വ്യത്യാസം ഉണ്ടാകും. അത് ഈ കേബിളിൻ്റെ ഉള്ളിൽ തുരുമ്പ് വരിയിട്ടുള്ള സൗണ്ടാണ്. അപ്പോൾ ഈ കേബിളൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലെ ഡിസ്കിൻ്റെ പാഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. പാഡിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല, ഉപയോഗിക്കാണ്ട് നമുക്ക് അതൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ഈ കാലിപ്പുറ യൂണിറ്റൊക്കെ ഒന്ന് അതിൻ്റെ ബ്രാക്കറ്റൊക്കെ ഒന്ന് അയച്ച് ഗ്രീസിട്ട് റീസെറ്റ് ചെയ്യുക, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ സെൽഫിൻ്റെ ഒരു സ്വിച്ചിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞത്, അത് ഈ സ്വിച്ച് മാറ്റിക്കഴിഞ്ഞാൽ ക്ലിയർ ആവുള്ളൂ. അതിൻ്റെ ലോക്ക് പൊട്ടിപ്പോയിരിക്കുകയാണ്. അങ്ങനെ ആ സ്വിച്ചും കൂടി ഞാൻ എസ്റ്റിമേറ്റ് പെടുന്നത്, സ്വിച്ച് മാറ്റിക്കഴിഞ്ഞാൽ അത് ക്ലിയർ ആവുള്ളൂ. അത് പിന്നെ എഞ്ചിൻ ഓയിലിൻ്റെ ഭാഗം ചെക്ക് ചെയ്താണ്. എഞ്ചിൻ ഓയിൽ നല്ല ഓയിലായിട്ട് കാണണം, നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല, ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്ലഗിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കുമ്പോഴായാലും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പ്ലഗ് നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ പെട്രോളിൻ്റെ സ്മെല്ല് പറഞ്ഞതാണ്. പെട്രോളിൻ്റെ സ്മെല്ല് ഇപ്പോൾ നിലവിൽ വേറെ കംപ്ലൈൻറ്റ് ഓവർഫ്ലോയോ വേറെ ഒന്നും കാണിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ കാർബറേറ്റർ ഒന്ന് അയക്കുക. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കാർബറേറ്റർ അയക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E20 പെട്രോളാണ് ഇപ്പോൾ എല്ലാ വണ്ടിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ കാർബറേറ്റർ മോഡലാവുകൊണ്ട് കാർബറേറ്റർ കൂടുതൽ കംപ്ലയിൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, ഓവർഫ്ലോ അതൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പ്രത്യേകിച്ചൊരു കംപ്ലയിൻറ്റ് കാണിക്കാത്തത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാർബറേറ്റർ അയച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാർബറേറ്റർ അയച്ചു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഓവർഫ്ലോ വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ കാർബറേറ്റർ അയക്കണം ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ഒഴിച്ച് നോക്കിയിട്ട് വേറെ പ്രത്യേകിച്ച് വേറെ കംപ്ലയിൻറ്റ് ഉണ്ടാകുന്നില്ല. ഇതിലിപ്പോൾ സർവീസിൻ്റെതായ കാര്യങ്ങളൊക്കെ തന്നെയുള്ളത്. അതിലിപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് മാറ്റേണ്ട പാർട്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സെൽഫിൻ്റെ സ്വിച്ചും ആ സ്പീഡോമീറ്റർ കേബിളാണ് മാറ്റേണ്ടത്. അതുപോലെ ഹെഡിൻ്റെ ഓയിൽ ലീക്ക് അത്രയും ചെയ്തു തരാനുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ.